നല്ല ആളാ. മിനിഞ്ഞാന്ന് വരുമെന്ന് പറഞ്ഞിട്ട് പുഴയ്ക്കക്കരെ ഇരുമ്പാലത്തിൽ കൂടി വണ്ടി പോകുമ്പോഴൊക്കെ ഞാൻ കരുതും ഈ വണ്ടിക്കുണ്ടാകുമെന്ന്. എന്ത് ഫലം? കാത്തു കാത്ത് ഞാൻ മടുത്തു. ഇത്ര പെട്ടെന്ന്? വേണ്ട വേണ്ട. ഈ കണ്ട തടിയും മിടുക്കും ഉണ്ടായിട്ട് ഇത്രയും ചെറിയ പെട്ടി എടുക്കാൻ വേറെ ആൾ വേണമല്ലേ? നാണമാവില്ലേ? ഞങ്ങളുടെ തെക്കേ പറമ്പിലെ ശർക്കര മാവ് നിറയെ കായ്ച്ചു. ഞാൻ എത്ര ദിവസം നോക്കി വെച്ചെന്നോ. പക്ഷെ ആള് വരണ്ടേ. ഒടുവി ചീയിക്കാതെ ഞാൻ തന്നെ തിന്നു തീർത്തു. എത്ര നല്ല മധുരമായിരുന്നോ. ഇത്തവണത്തെ കാവിലെ വിളക്കിന് ഞാൻ പോയില്ല. ഇല്ലഞ്ഞിട്ട് ആവോ. കഴിഞ്ഞ വിളക്കിന് വാങ്ങിച്ചു വന്ന കുപ്പിവളകളൊക്കെ ഉടഞ്ഞുപോയി. സാരമില്ല, ഉടയാത്ത സ്വർണ്ണവള വാങ്ങിച്ചു തരാം. ഓ പിന്നെ വാങ്ങിച്ചു തരും. പിടിച്ചോ. അയ്യോ, വരുന്ന വിവരത്തിന് ഒരു കാർഡ് അയക്കാനില്ലേ കുഞ്ഞ്? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കില്ലായിരുന്നോ? വീട്ടിലെല്ലാവരും കാത്തിരിക്കുക. വരൂ വരൂ. വേണ്ട മണിക്കരെ, വിടൂ, ഞാൻ പിടിച്ചോളാം. വരട്ടെ മണി, പൊയ്ക്കോളൂ. ജഡ്ജി രഘുരാമൻ രാജിവെച്ചു. ജഡ്ജി രഘുരാമൻ രാജിവെച്ചു. അച്ഛൻ എന്തായി ചെയ്തത്? നീ വായിച്ചില്ലേ? അച്ഛൻ എന്തിനത് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ബാലേന്ദ്ര, ഉണ്ണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നീ ഉദ്യോഗം രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നീ തയ്യാറായില്ല. ഉണ്ണി കുറ്റവാളിയാണെന്നും കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്നും നീ പറഞ്ഞു. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിനക്ക് വലുത് നിന്റെ വിശ്വാസങ്ങളായിരുന്നു. ഐ ആം പ്രൗഡ് ഓഫ് യുവർ പ്രൊഫഷണൽ ഓണസ്റ്റി. പക്ഷെ നിന്നെപ്പോലെ എന്റെ വിശ്വാസങ്ങൾ എനിക്കും വലുതാണല്ലോ. അതിന് നിൽക്കൂ, പറയട്ടെ. ഞാൻ നിരപരാധി എന്ന് വിശ്വസിക്കുന്ന ഉണ്ണി രക്ഷപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്കെന്നും നിന്നെക്കുറിച്ച് മതിപ്പാണ്. നിന്നെപ്പോലെ സമർത്ഥനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ണിക്കെതിരായി ഹാജരാകുമ്പോൾ അവൻ രക്ഷപ്പെടണമെങ്കിൽ നിന്നെക്കാൾ സമർത്ഥനായ ആരെങ്കിലും അവന് വേണ്ടി ഹാജരായേ പറ്റൂ. മൈ ഡിയർ സൺ, ഐ ആം പ്രൗഡ് ഓഫ് യു. നിന്നെ എതിർത്ത് തോൽപ്പിക്കാൻ നിന്നെക്കാൾ ശക്തനായി ഇന്നിവിടെ നിന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. വാട്ട് യു മീൻ? യെസ് മൈ ഡിയർ സൺ, ഐ മീൻ വാട്ട് ഐ സെഡ്. We'll meet in the court. വിവരമുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? ശിവ ശിവ, ഓരോരുത്തർ ഇവിടെ തപസ്സിരിക്കാം ഓരോ സ്ഥാനവും പദവിയും കിട്ടാനായിട്ട്. അപ്പോഴുണ്ട് ഇവിടെ ഒരുത്തൻ കയ്യിലിരിക്കുന്ന വേണ്ടെന്ന് വെക്ക. നിഷേധിത്തരമല്ലേ ഇതെല്ലാം? വീണ്ടും വിചാരമില്ലാതെ ഓരോന്ന് പ്രവർത്തിക്കുക. ആ ബാക്കിയുള്ളവരുണ്ടല്ലോ പിന്നെ പുറകെ കാണുന്ന കഷ്ടപ്പെടാൻ. കേട്ടോ രഘുരാമൻ, ഒട്ടും താമസിക്കണ്ട. ഉടനെ പോയി രാജിക്കത്ത് തിരിച്ചു വാങ്ങുക. രാജി പിൻവലിക്കുക. ക്ഷമിക്കണം, അത് സാധ്യമല്ല. സാധിക്കില്ലെന്ന് ആകട്ടെ. ഇതിനെന്താ കാരണം? രാജിവെക്കാനുണ്ടായ കാരണം എന്താണെന്ന് അറിയണമല്ലോ.
എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അമ്മാവൻ അതിനു വേണ്ടി സംസാരിക്കണ്ട. അങ്ങനെയോ? അപ്പൊ എന്റെ വാക്കിന് വിലയില്ല. എന്നെ വില വെക്കാത്തടത്ത് ഞാൻ എന്ത് നിൽക്കണം? ഇല്ലില്ല, ഞാൻ പോവുകയാണ്. ഇനി ഈ പഠിക്കാത്ത ഞാൻ കയറി. പ്രവർത്തിക്കും, അത് പിന്നെ പോകട്ടെ. ഉപദേശമായിട്ട് അവനവന്റെ നന്മയ്ക്ക് 2 വാക്ക് പറഞ്ഞാൽ അനുസരിക്കൂ, അതുമില്ല. പോരാത്തതിന് ധിക്കാരും. എല്ലാത്തിനും ഇല്ലേ അതിലൊക്കെ? എന്റെ വാക്കിന് വിലയില്ല. പിന്നെ ഞാനിവിടെ നിൽക്കാനോ? ഇല്ലില്ല, ഞാനിനി പഠിക്കകത്ത് കയറുകയില്ല. നോക്കി, ഇങ്ങനെയും ഉണ്ടോ ഒരു അധിക പ്രസംഗം? ആവശ്യ സമയത്ത് അവനെ കാണില്ല. കുരുത്തം പങ്കിടുമ്പോ ആസനം നോക്കിയിരിക്കുന്നു പറഞ്ഞതുപോലെയാ. എന്തെങ്കിലും കോള് കിട്ടിക്കാണും. ഇന്ന് വരാതിരിക്കുമോ? വെയിറ്റ് 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 വെയിറ്റ്, അവനിവിടെ വരാതിരിക്കില്ല. ഇവിടെ വേണം അവന്റെ ആസ്ഥാനം. അയാൾക്ക് എന്ത് പ്രായം വരും? കാഴ്ചയിൽ എന്റെ അച്ഛനാകാനുള്ള പ്രായമുണ്ടോ? സാറിന്റെ അച്ഛന്റെ പ്രായമല്ല, അപ്പൂപ്പന്റെ പ്രായം വരെ തോന്നിക്കും. ഈ നാട്ടിലെ പല പ്രമാണിമാരുടെ തന്തയായിട്ടുള്ളവനാണ് ഈ സാക്ഷ്യമെത്തായി. എടാ സാക്ഷ്യമെത്തായേ! എന്താടാ പക്ഷേ വേലു? നീ എവിടെ ആയിരുന്നു? എത്ര നേരമായി ഈ സാറ് നിന്നെ കാത്തു നിൽക്കുന്നതെന്ന് അറിയാമോ? അത് രാവിലെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ. അതവിടെ നിൽക്കട്ടെ. ഈ സാറിന്റെ കൂടെ ഒന്ന് പോണം. എന്തിനാ? അച്ഛനായിട്ട്. പള്ളിയിൽ അച്ഛനായിട്ടോ അതോ കൊച്ചിന്റെ അച്ഛനായിട്ടോ? ഈ സാറിന്റെ അച്ഛനായിട്ട് നീ ഒന്ന് സാക്ഷി പറയണം. മനസ്സിലായോ? എത്ര സാറുമാർക്ക് തന്തയായി നിന്നിട്ടുള്ളവനായി സാക്ഷിമത്തായി അറിയാമോ? ദേ ഇപ്പൊ വന്ന് എന്റെ തന്തയുടെ രൂപം വരെ ഞാൻ മറന്നുപോയി. വാ പോവാ, സമയം പോയി വാ. ഓ, അവൻ ഇന്ന് അയാളെ വലയ്ക്ക്. അദ്ദേഹം നിനക്ക് വേണ്ടി ചെയ്തെന്താണെന്ന് അറിഞ്ഞില്ലേ? ഇത്രയും വലിയൊരു പദവി. ഒരിക്കലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു പണിക്കരേട്ടാ. അദ്ദേഹം അങ്ങനെയാ, അതാ മനസ്സിന്റെ പ്രകൃതം. അദ്ദേഹം വിളിക്കുന്നു, വാ.